സിദ്ദിഖ് അവിടെ ഹോട്ടലിൽ ഉണ്ട് എന്നുള്ള വിവരമായിരുന്നു ആദ്യം വന്നത്. ഇപ്പോൾ പറയുന്നത് അദ്ദേഹം അവിടെ ഇല്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് സിദ്ദിഖിന് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നത് സാലി? സിദ്ദിഖ് കൊച്ചിയിലും നെടുമ്പാശ്ശേരി പരിസരത്തും ഉണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് പോലീസ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാണ് പോലീസിന്റെ ഏറ്റവും ഒടുവിലത്തെ നിഗമനവും തീരുമാനവും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ സിദ്ദീഖിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ ഹോട്ടലിൽ ഇല്ല എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം രാവിലെ അവിടെ വന്നിട്ടുണ്ട്. എന്നാൽ ഈ നെടുമ്പാശ്ശേരിയും അത്താണി ചൂണ്ടി ആ പ്രദേശങ്ങൾ വിട്ടുപോകാൻ സമയമായിട്ടില്ല. അപ്പോൾ അദ്ദേഹം പോകാറുള്ള മറ്റൊരു ഹോട്ടലും കൂടി ഉണ്ട്. അപ്പോൾ കൊച്ചി നെടുമ്പാശ്ശേരി റൂട്ട്, അങ്കമാലി റൂട്ടിൽ അത്താണി ചൂണ്ടി നെടുമ്പാശ്ശേരി ആ ഭാഗങ്ങളിലുള്ള മറ്റൊരു ഹോട്ടലും കൂടി ട്രാക്കിലാണ് പോലീസിൻ്റെ എന്നുള്ളതാണ്. അപ്പോൾ ഈ നേരത്തെ ഹോട്ടലിൽ ഇല്ല എന്നേ പറയാനുള്ളൂ, ഏതോ ഹോട്ടലിലുണ്ട്. അപ്പോൾ വൈകാതെ തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനം എത്തും. പോലീസ് അക്കാര്യത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ലോക്കൽ പോലീസും ഈ പരിസരം അരിച്ചു പറക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഇന്ന് നടന്നേക്കും എന്ന് നമുക്ക് പറയാം. കാരണം സിദ്ദീഖിന് അങ്ങനെ ഒളിച്ചുപോയി താമസിക്കാനെന്നുള്ളൊരു അവസരം കൊടുക്കില്ല, ലഭിക്കില്ല, നൽകില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതുകൊണ്ട് തന്നെ അറസ്റ്റ് തന്നെയാണ് നടക്കാൻ പോകുന്ന കാര്യം. അതിന് എത്ര മിനിറ്റോ എത്ര സെക്കൻഡോ അല്ലെങ്കിൽ ചിലപ്പോൾ മണിക്കൂറുകളോ ഡിലേ വന്നേക്കാം എന്നതിനപ്പുറത്തേക്ക് അറസ്റ്റ് ഒഴിവാക്കി ഒളിവിൽ താമസിച്ച് സുപ്രീം കോടതിയിൽ പോയി ഒരു അനുകൂല വിധി സമ്പാദിച്ച് ഇറങ്ങിപ്പോകാം എന്ന് സിദ്ദീഖിന്റെ ആഗ്രഹം ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കും എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാം. സിദ്ദീഖിനെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് സാധ്യത. സിദ്ദീഖ് ഞാൻ ഈ പറഞ്ഞ ലൊക്കേഷൻ വിട്ടു പോയിട്ടില്ല, അവിടെ വെച്ച് അറസ്റ്റ് എന്ന് തന്നെയാണ്. ഇനി കൊച്ചി സിറ്റി ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും അവിടെയും സിറ്റി പോലീസും മറുഭാഗത്ത് റൂറൽ പോലീസും കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ട്. അത് ഏതായാലും അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് വാർത്ത പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മുടെ നിഗമനം. പക്ഷേ നമുക്ക് ലഭിക്കുന്ന പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു പറയുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. ചില വിവരങ്ങൾ രഹസ്യാത്മകതയുള്ളത് നമ്മുടെ ചില പോലീസ് ഉദ്യോഗസ്ഥർ, നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ അറിയിക്കുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന റിക്വസ്റ്റോട് കൂടി ആയതുകൊണ്ട് തന്നെ അത് നമുക്കിപ്പോൾ പബ്ലിക്കായി പറയാൻ കഴിയുന്നില്ല. പക്ഷേ ഈ പരിസരത്തുണ്ട് എന്നവർ ഉറപ്പിച്ചിട്ടുണ്ട്. ചില ഹോട്ടലുകളുടെ പേരൊക്കെ അവർ പറയുന്നുണ്ട്. അവരെയൊക്കെ അവിടെയൊക്കെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം പോസിറ്റീവായൊരു വാർത്ത പ്രതീക്ഷിക്കാമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന വിവരം. അപ്പോൾ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല. ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള CS ഡേസിന്റെ ഉത്തരവിൽ കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ ഈസ് ഇന്നെവിറ്റബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ, കസ്റ്റഡിയിൽ എടുത്തുള്ള ചോദ്യം ചെയ്യൽ ഒഴിവാക്കാനാവാത്തത് തന്നെയാണ് എന്ന് വളരെ വിശദമായി വ്യക്തമായി കോടതി ഉത്തരവിന്റെ ഭാഗമായി എഴുതി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തള്ളുന്നു എന്നുള്ളതാണ്. കുറേ കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ട്. അതിൽ കൃത്യമായി ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ ഈ കോടതിയുടെ നിലപാട് എന്താണ്, സമൂഹത്തിൽ സ്ത്രീകൾ ബഹുമാനം അർഹിക്കുന്നവരാണ്, അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിൽ നടപടി വേണം, സിദ്ദീഖിനെതിരെ ഉള്ള പരാതി ഗൗരവതരമാണ്, സിദ്ദീഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്, അത് സിദ്ദീഖിന്റെ ഇമ്പോർട്ടൻസി വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ട്, അത് പരിശോധിക്കേണ്ടതുണ്ട്, ഇനി പുറത്തു വന്നാൽ ഇയാൾ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരാളാണ് എന്ന കടുത്ത നിരീക്ഷണം തന്നെ കോടതിയുടെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് ഇതിൽ അറസ്റ്റ് ഒഴിവാക്കാനാവില്ല എന്നാണ് ജസ്റ്റിസ് CS ഡേസ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. സിദ്ദീഖ് ഉന്നയിച്ച വാദങ്ങൾക്കെതിരെയും കടുത്ത വിമർശനം കോടതി നടത്തിയിട്ടുണ്ട്. പരാതിക്കാരിക്കെതിരെയുള്ള ഉയർത്തിയ വാദങ്ങളെല്ലാം തള്ളുകയായിരുന്നു. പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ല എന്നുള്ളതായിരുന്നു സിദ്ദീഖിന്റെ ഒരു വാദം. മാറ്റി മാറ്റി പറയുന്നു എന്നുള്ളതാണ്. ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്ന് വെച്ച് പരാതിയുടെ കാരണം കൊണ്ട് പരാതിക്കാരിയുടെ ആരാണെങ്കിലും അവരുടെ സ്വഭാവത്തെ വിലയിരുത്തുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് ഉത്തരവിൽ കോടതി എഴുതി ചേർത്തിരിക്കുന്നത്. പരാതിക്കാരി അതാരാണെങ്കിലും അവരുടെ അതിജീവനം പരമപ്രധാനമാണ്, അത് പരിഗണിക്കപ്പെടേണ്ടതാണ്. പരാതിക്കാരിയെ ആക്രമിക്കുന്നത് അവളെ നിശബ്ദയാക്കാനുള്ള ശ്രമമാണ് എന്ന വിമർശനവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും കോടതി പറയുന്നുണ്ട്. അത് അതിജീവിതമാർക്ക് കരുത്ത് നൽകും, അതിജീവിതമാർക്ക് മുന്നോട്ട് പോകാനാകും ഇത്തരം നടപടികൾ എന്ന പോസിറ്റീവായ കമന്റ് കൂടെ ഈ ഉത്തരവിന്റെ ഭാഗമായിട്ടുണ്ട്.